ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് UAE ഷാർജ എമിറേറ്റിൽ കൽബ ഏരിയ ആണ്. കൽബ ഫുജൈറ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം 2 മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. വഴിയിലൊക്കെ ആൾക്കാരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇന്ന് പോകും നമ്മൾ മഴ കാണാൻ വേണ്ടി പോകാം. UAE വെതർമാൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലെ പേജിൽ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വെതർമാൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ചേസ് ചെയ്യാണ് വെതർമാൻ്റെ. അപ്പോൾ ഇന്ന് അവിടെ നല്ല മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞതുപോലെ തന്നെ പകുതി വഴി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കാർമേഘമൊക്കെ ആയി വരുന്നുണ്ട്. വെയിലൊക്കെ കുറഞ്ഞു. പക്ഷെ ദുബായിൽ ഷാർജയിലൊക്കെ നല്ല വെയിലാണ് ഞങ്ങൾ വന്നപ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ മഴ കാണാൻ വേണ്ടി പോവാണ്. മഴ കണ്ടിട്ട് ഇനി അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ മഴ കാണാൻ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. കറക്റ്റ് റൂട്ടിലെത്തി. നമ്മൾ ഫുജൈറ റൂട്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും മഴ ഇവിടെ തുടങ്ങി. ഞങ്ങൾ വന്ന വഴികളിൽ മൊത്തം മഴ പെയ്ത് അങ്ങനെ ഇതായിരുന്നു, വെള്ളം നിറഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു, ദൈവമേ ഇത്രയും വെള്ളമൊന്നും. അപ്പോൾ അതേ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ലൈവായിട്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മഴയും മൊത്തം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം മഴ ചാറി തുടങ്ങിയിട്ടുള്ളൂ. ശക്തിയായി മഴ പെയ്യുന്നുണ്ട്. നോക്കാം ഇനിയിപ്പോൾ എവിടം വരെ മഴ ഉണ്ടാവും. ചിലപ്പോൾ 2 കുന്ന് കഴിയുമ്പോഴേക്കും മഴ കഴിയാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ഇന്ന് UAE വെതർമാൻ്റെ പ്രഡിക്റ്റ് അനുസരിച്ച് ഇന്ന് ഇവിടെ മഴ പെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ റൂട്ടിൽ. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഉണ്ട് മഴ പെയ്യുന്നുണ്ടോ? വെറുതെയല്ല പുള്ളി മഴ പെയ്യുമെന്ന് പറഞ്ഞത്. ഇറക്കി കൊണ്ട് ക്യാമറ വെച്ചൊക്കെ വരും. നമുക്കറിയാം 120 കഴിഞ്ഞ ആൾക്കാർ പോകുന്നു. അങ്ങനെ ഫുജൈറയിലെത്തിയതിനു ശേഷം ഫുജൈറയിലെ ഹെറിറ്റേജ് വില്ലേജിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഹെറിറ്റേജ് വില്ലേജിന് മുന്നിലെ വലിയൊരു ഗ്രൗണ്ടാണ് കാണുന്നത്. സെൻട്രൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല പിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഈ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് വലിയൊരു ഡാമാണ്. 2002 ഉണ്ടാക്കിയ ഒരു ഡാമായിരുന്നു. ഇപ്പോൾ 2024 ആ വലിയ മഴയിൽ ആ ഡാം മൊത്തം നിറഞ്ഞ് കവിഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഹെറിറ്റേജ് വില്ലേജിനുള്ളിലേക്ക് കയറി. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു താഴ്വാരത്ത് ഒരു ഹെറിറ്റേജ് വില്ലേജ് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവരുടെ കൾച്ചർ മാത്രമാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യുന്ന സമയത്ത് എടുത്തൊരു ഹെറിറ്റേജ് വില്ലേജ് കൂടിയാണ് ഇവിടെ പറയുന്നു. ഏകദേശം വൈകുന്നേരം 5:45 ആവുന്നു. അപ്പോൾ അതിന് മുന്നേ പോസ്റ്റ് ചെന്നിട്ട് കണ്ടുപിടിച്ചാണ് പണ്ടത്തെ ഗ്ലാസ് കൃത്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അളവ് അവിടെ കൂടുതലാണ് ഇവിടെ കൂടുതലാണ് കറക്റ്റായിട്ട് അതിൽ മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ ദിസ് ഇസ് വെയിങ് മെഷീൻ. ഓക്കെ, ഓൾഡ് വെയിങ് മെഷീൻ. ദിസ് നോട്ട് ഓട്ടോമാറ്റിക്, നോട്ട് ഇലക്ട്രോണിക്. അതിൻ്റെ തൊട്ട് ബാഗിൽ തന്നെ പുല്ലുകൊണ്ടുണ്ടാക്കിയൊരു വീടൊക്കെ ഉണ്ട്. ഇവിടെ മൗണ്ടൻ ഹൗസ് ഉണ്ട്. അത് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാഴ്ചകൾ ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പോണ്ട. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരം സന്ധ്യയായി, സൂര്യനൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ എനിക്ക് പറയാനുള്ളത്? ഏത് ഇവിടെ പണ്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ കിണറ്റിൽ നിന്ന് കോരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തൊട്ടിയാണിത്. ഇപ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്. വെള്ളം ഇവിടെ ഉള്ളതാണോ കുറച്ച്. അതുപോലെ ഇവിടുന്ന് വെള്ളം തേകി ഈ കുളത്തിലേക്ക് കൊണ്ടുവരും. നല്ലൊരു ആശയം. ഏകദേശമൊക്കെ നമ്മളൊക്കെ ചെയ്ത കുറേ പരിപാടി പോലെ തന്നെ. ഇവിടെ നമ്മുടെ അടുത്ത്
കഴുതിയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. കഴുതി അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു പശു കൂടിയുണ്ട്. വേറെ പശു ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം വൈകുന്നേര സമയമായി. ഇതാണ് നമ്മുടെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ. ഇവിടെ ഓരോരുത്തർക്ക് വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഓസ്റ്റി പോവല്ലേ, അപ്പച്ചും വരാം. മൗണ്ടൻ ഹൗസിന് മുന്നിൽ നിന്നും ഓസ്റ്റിൻ വാതിലൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു. സൂപ്പർ, ബൈ. What is this? Stone. Okay. അടുപ്പൊക്കെ ഉണ്ട്, ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് സെറ്റപ്പ് ആക്കിയിട്ട് വളമൊക്കെ സൂക്ഷിക്കുന്ന റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ കയറണ്ട, വാ. ആരൊക്കെ അടച്ചോ. അടയ്ക്കാൻ പറ്റില്ല ഫസ്റ്റ്, വാ പോരെ. ഇവിടെ ചെറിയ ഒരു ഫാമൊക്കെ ഒരു ചെയ്തിട്ടുണ്ട്. അതിൽ വഴുതനങ്ങയുണ്ട്, പിന്നെ ഈന്തപ്പന, വഴുതനങ്ങയാണ് ഏറ്റവും കൂടുതൽ, പിന്നെ കൃഷ്ണ തുളസി ഉണ്ട്, പിന്നെ ഇവിടെ മൾബറി ഇങ്ങനെ ഇവിടെ വന്നിട്ട് എവിടെയും കാണാത്തതാണ്. മൾബറി ഇതിലുണ്ടായിട്ടില്ല, എന്നാലും ഇതിൻ്റെ ഇലയൊക്കെ കാണുമ്പോൾ പറയാം മൾബറി തന്നെയാണ്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ, നല്ല സെറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ചാണകം മെഴുകിയ ഈ പാതിയമ്പറമൊക്കെ ഇല്ലേ എന്ന് പറയുന്ന പോലെ ശരിക്കും അതിൻ്റെ കളറിൽ തന്നെ മണ്ണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേ മാവൊക്കെ സെറ്റായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് പേര നിൽപ്പുണ്ട്, പേര. ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ നടന്ന ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറി നടക്ക്. ഇവിടെ വെള്ളം വന്നിട്ട് ഇത്തിരി വൈഡായിട്ട് തിരിഞ്ഞിരുന്നുണ്ട്. അതിൻ്റെ പ്രഷർ ഒന്ന് ക്രമീകരിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മൾ പറമ്പിലൊക്കെ വന്നിട്ട് നടക്കുന്ന പോലെ ഈന്തപ്പനയൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വീണ്ടും വലിയൊരു പേരമരം. ഈ പേരമരം കാണുമ്പോൾ പണ്ട് സ്കൂൾ കൂട്ടലിനൊക്കെ മമ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ മമ്മിയുടെ വീട്ടിൽ 2 പേരമരം ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ ആദ്യം ഒരെണ്ണം വെട്ടി, പിന്നെ രണ്ടാമത് വീട് വയ്ക്കാൻ വേണ്ടി വെട്ടി. ഈ അഗ്രികൾച്ചറിൻ്റെ ഭാഗം നേരെ ചെന്ന് മുട്ടുന്ന നമ്മുടെ പശുവൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ഇവിടെ ചാണകമൊക്കെ വാരി സെറ്റ് ചെയ്യാനുള്ള സ്ഥലം വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഫുഡ് വയ്ക്കാനുള്ള സ്ഥലം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ബാക്കിൽ വലിയ മലയൊക്കെയാണ്. പിന്നെ വീണ്ടും ഈന്തപ്പനകളും ഞാൻ നടന്നു വന്ന വഴികളൊക്കെയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഏകദേശം ഇവിടെ സന്ധ്യ തുടങ്ങി. സമയം 4:30 4:45 വലിയ പേരമരം കാണുമ്പോൾ തന്നെ നല്ല രസം. പേരയ്ക്കൊന്നും ഇല്ല, അങ്ങനെ കയറാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കയറി പറിക്കാനും പറ്റില്ല. കണ്ട വഴുതനങ്ങയുടെ ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കയറൊക്കെ പിരിയും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ. ഹോസ്റ്റിനോടെ കാത്തിരിക്കുകയാണ്. ഹോസ്റ്റിന് എന്താ നോക്കണേ? ഈച്ചയോ? ഈച്ചയോ